മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയോട്ടാ. അത്രയ്ക്കും ഈസി ആയിട്ടാണ് ഞാനിതിൽ കാണിച്ചു തരുന്നത്. ഞാൻ സത്യം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കാനേ അറിയില്ല. പക്ഷേ ഈ ഒരു റെസിപ്പി കിട്ടിയപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയാണ് കേട്ടോ. പക്ഷേ കറക്റ്റായിട്ട് അതും വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ. ഒരുപാട് അച്ചാർ പൊടിയോ അതൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതിന് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കൊരു അച്ചാർ റെഡിയാക്കി എടുക്കാം. അതും ഭയങ്കര ടേസ്റ്റിൽ. 4 മാങ്ങയാണ് ട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. മൂവാണ്ടൻ മാങ്ങയാണ് ട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു ചീഞ്ചട്ടി എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഡ്രൈ ആയിട്ടുള്ള കേട്ടോ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 സ്പൂണ് കടുകും 1 സ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അത് കരിയാത്ത ലെവലിലേക്ക് ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറട്ടെ. ആ ടൈമിൽ നമുക്ക് അടയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇല എല്ലാവർക്കും ഓർമ്മ കാണില്ലേ? പഴയ ആൾക്കാർക്കൊക്കെ നല്ല ഓർമ്മയുണ്ടാവും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ ഇലയിലാണ് ട്ടോ അട ഉണ്ടാക്കി തരാറ്. അപ്പോൾ വിഷുവിൻ്റെ തലേദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ എല്ലാവരും കൂടിയിട്ട് ഈ ഒരു ഇല പറിക്കാനായിട്ട് പോവാറുണ്ട് കേട്ടോ. വീടിൻ്റെ അടുത്ത് ഫുള്ള് റബ്ബർ തോട്ടമാണ്. അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ വലിച്ചിട്ട് വരിക. ഈ ഒരു ഇലയിൽ കഴിച്ചിട്ടുള്ളവരെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എനിക്ക് ഒരു ഇല കിട്ടിയപ്പോൾ വേഗം അട ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാ. വാഴയിലയാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഇതാകുമ്പോൾ കിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് ഉണങ്ങി പോകണ്ടെന്ന് കരുതിയിട്ട് കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ അട ഉണ്ടാക്കുകയാണ്. ആദ്യം ശർക്കര പണ്ടൊക്കെ കത്തി കൊണ്ട് ഇങ്ങനെ ചീകിയിട്ടാണ് കേട്ടോ കൂടുതലും അടയ്ക്കായിട്ട് ഉമ്മയൊക്കെ പണ്ട് ചെറുപ്പത്തിൽ അവർ അങ്ങനെയാണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ ഇത് ഒരുപാട് സമയമില്ലെന്ന് കരുതിയിട്ട് ഞാൻ ഇതുപോലെ ഇടിച്ചെടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ടാവും പൊടിയാത്തത്. പക്ഷേ ഈ ഒരു ശർക്കര ഈ നല്ല ഡാർക്ക് കളറായിട്ടുള്ള ശർക്കര ഒന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ കട്ടയായിട്ടുള്ളതൊക്കെ അങ്ങനെ പൊടിച്ചെടുത്തു. ഇതിൻ്റെ ഇടയിൽ ഉലുവയും കടുകൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊടിക്കാനായിട്ട് ജാറിലേക്ക് മാറ്റിയിട്ടാ. ഈ ടൈമിൽ ഞാൻ മാങ്ങ കുറച്ചുകൂടി വലിയ പാത്രത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ആ പാത്രത്തിൽ വെള്ളം ഉണ്ടാവാൻ പറ്റില്ല കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ തന്നെ വേണം നിങ്ങൾ മാങ്ങ അരിഞ്ഞത് ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ കടുകും ഉലുവയും കൂടി നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ചീഞ്ചട്ടി തന്നെ ഒരു ചെറിയൊരു ഗ്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു പീസ് കായ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കട്ടക്കായും ഇല്ലെങ്കിൽ പൊടിയായാലും മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അതായത് അത് വറ്റുമ്പോൾ ഇതുപോലെ ആയിക്കോളും. ഇനി ആ മാങ്ങയിലേക്ക് നേരത്തെ പൊടിച്ചതില്ലേ കടുകും ഉലുവയും അതിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മുടെ കായ ഒന്ന് കലക്കി വെച്ചിട്ടില്ലേ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ ടൈമിൽ മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ടിട്ട് കുഴച്ച് കഴിഞ്ഞാൽ എനിക്ക് കൈ നീർന്ന കൊണ്ടാണ് കേട്ടോ ഈ ടൈമിൽ ഞാൻ ഇടാതിരുന്നത്. അപ്പോൾ മുളക് പൊടി നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ പച്ചമണം പോയ ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ഇടാനായിട്ട്. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ് ചൂടാക്കുന്ന വീഡിയോ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ചൂടായതും അതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മുടെ മാങ്ങ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ യോജിപ്പിക്കുക കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എത്ര സിമ്പിളായിട്ടാണ് നമ്മളിവിടെ മാങ്ങാച്ചാർ റെഡിയാക്കിയിരിക്കുന്നത്. എത്ര അറിയാത്തവർക്കും ഇത് ഉണ്ടാക്കാൻ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണല്ലോ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അട ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പം ഞാനിത് ഒരു ഉച്ചൻ്റെ ഉള്ളിൽ തന്നെ ഇതെല്ലാം ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ 4 മണിയാകുമ്പോൾ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അട ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചായ വയ്ക്കലും ആ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. പിന്നെ ചായ ഇതും കൂടി കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആവും ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും. അപ്പോൾ ഈ ടൈമിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചായൻ്റെ കൂടെ ഈസി ആയിട്ട് വേഗം കഴിക്കാമല്ലോ. അപ്പോൾ ആദ്യം വെള്ളം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഏതാണോ ഉപയോഗിക്കുന്ന പൊടി പത്തിരിപ്പൊടി ആയിരിക്കണം. എന്നിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് കുറുക്കി എടുക്കുക കേട്ടോ. ഞാൻ പത്തിരി ഉണ്ടാക്കുന്നതും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. എങ്ങാനും ഒരുപാട് ഡ്രൈ ആവുകയെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പത്തിരിക്ക് കുഴയ്ക്കുമ്പോൾ ഒരുപാട് ടൈമൊന്നും കുഴച്ച് വെക്കില്ല. ചെറിയൊരു ബോൾസ് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. ഇനി അതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മുടെ ഇലയിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. പരത്തുന്ന സമയത്ത് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ വെള്ളമില്ലേ പച്ചവെള്ളം
അതിലേക്ക് ഒന്ന് കൈ മുക്കിയ ശേഷം ഇത് പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. എന്നിട്ട് ഇത് ഈ ജോയിൻറ്റുകളൊക്കെ കറക്റ്റായിട്ട് എന്താണ് അടച്ചു കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ പാവില്ല അത് കലക്കിയത് ആ വെല്ലമില്ലേ അതിങ്ങനെ ഒലിച്ചിറങ്ങും കേട്ടോ. ഇത് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഈ വെല്ലം ഭയങ്കര ഒരു നനവുള്ള പോലത്തെ വെല്ലമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിക്കുമ്പോഴൊക്കെ ഒറ്റുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വൈറ്റ് കളർ ബെല്ലുമില്ലേ അതാണെന്നുണ്ടെങ്കിൽ ഇത്രയാ വരില്ലായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ഡാർക്കും അതുപോലെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരുപാട് എന്താണ് നനവുള്ള ഒരു ബെല്ലുമായിരുന്നു. അപ്പോൾ അത് അടയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പും കൂടി ഉണ്ടാക്കി വെക്കാം കേട്ടോ. തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് എനിക്കൊന്നും വെക്കേണ്ടി വന്നില്ല കേട്ടോ. ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. പിന്നെ രാത്രിക്ക് മന്തി മേടിച്ചു. വാഴ സിനിമ കാണാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിക്ക് ഇനി വേറെ ഉണ്ടാക്കാൻ വയ്യാന്ന് കരുതിയിട്ട് മന്തിയായിരുന്നു. അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. നല്ല കോമഡി ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ചിരിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.